മറിയ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു തായ് ബ്രേക്ക്ഫാസ്റ്റോട് കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അടിപൊളിയായിട്ട് ഇവരെല്ലാം അറേഞ്ച് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കിതെല്ലാം കൂടി ഒരുമിച്ച് കണ്ടിട്ട് കഴിക്കാനായിട്ട് തോന്നുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ എടുത്തുള്ളൂ, ബാക്കി എല്ലാവരും നമ്മളെടുത്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് പൂളിലേക്കാണ് കേട്ടോ, ഒരു റിഫ്രഷ്മെൻറ്റ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് ഈ ഹോട്ടലിൽ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഈ പൂള് തന്നെയായിരുന്നേ. പിന്നെ ഞങ്ങൾ അണിഞ്ഞൊരുങ്ങി ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ ഡേ നമുക്ക് വിസിറ്റ് ചെയ്യാനുള്ള കുറച്ച് അഡ്വെഞ്ചറസ് പ്ലേസസ് ആണ്. സോ ഇന്ന് നമ്മളുടെ അഡ്വെഞ്ചറസ് ഡേ ആണ്. അപ്പം നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് അഡ്വെഞ്ചർ എന്ന് പറഞ്ഞാൽ എലിഫന്റ് സഫാരി ആണ്. പേടില്ലേ? എക്സൈറ്റഡ്, വി ആർ എക്സൈറ്റഡ്. പക്ഷെ ഞാൻ പേടിച്ചിരിക്കുന്നത്. ലക്ഷ്മിക്കുട്ടി ബൈ ബൈ. ഇതാണ് നമ്മളുടെ ആൺകുട്ടി. എനിക്ക് പേടിയാവണ്ട കേറാൻ. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയുണ്ട്. ആന ഞാൻ ജസ്റ്റ് തൊട്ടിട്ടൊക്കെ ഉണ്ട്, പക്ഷെ മേലൊക്കെ കയറി ഇങ്ങനെ ഇരുന്ന് പോണത് എൻ്റെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. പക്ഷെ ആണെങ്കിലേ എനിക്ക് ആനനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഇങ്ങനെ വളർത്താനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് പോസിബിൾ അല്ലല്ലോ. പിന്നെ ആണെങ്കിൽ ഇവിടുത്തെ ആന കുറച്ചും കൂടി പേടിയുണ്ട്. കാരണം ഇവിടെ എങ്ങനെയാണ് ഇവർ ഇതിനെ മെരുക്കിയെടുക്കണത്, ട്രെയിൻ ചെയ്യണത് എങ്ങനെയാണ്, അതുപോലെ ഇവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യണതെന്ന് നമുക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. ചെറിയല്ല, വലിയൊരു പേടി ഉണ്ടായിരുന്നു. എല്ലാവരും നേരെയായിട്ട് നമ്മളെ ഫ്രണ്ടിൽ തന്നെ സ്ലോലി റൈഡ് പോകുന്നുണ്ട് കേട്ടോ. എടുത്തിരിക്കുന്നു. നമ്മള് മരിയയുടെ കൂടെയാണുള്ളത്. മരിയയുടെ മേലെ മറിയാണ് നമ്മുടെ ബോയ്ഫ്രണ്ടിന്റെ പേര്. 2 ബോയ് ഫ്രണ്ട് ഉണ്ട്. ഫസ്റ്റത്തെ ഫ്രണ്ട് ജോണി. നമ്മളെ ഫ്രണ്ടിലത്തെ ആ ആനപ്പാപ്പം പറയണ ഇവനെ കാണാൻ വിജയനെ പോലെ. വിജയന് തെറ്റിദ്ധരിച്ചു പോയി. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റത്തെ ഒരു ആക്ടിവിറ്റി കഴിഞ്ഞു. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ എലിഫന്റ് സഫാരി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നല്ല ഫണ്ണും ആയിരുന്നു, നല്ല പേടിയുണ്ടായിരുന്നു, എക്സൈറ്റ്മെൻറ്റും കൂടിയിട്ടുള്ളൊരു ആക്ടിവിറ്റി ആയിരുന്നു. പിന്നെ നമുക്ക് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ കിട്ടും. നമുക്ക് വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി. 200 ബാത്ത് എന്തോ ആയിരുന്നു അതിന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ എല്ലാവരും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കുട്ടിയാണ് നമുക്ക് ഫോട്ടോസൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങളുടെ പിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കും. നമുക്ക് വേണമെങ്കിൽ ആനയ്ക്ക് ഫീഡ് ചെയ്യാം കേട്ടോ, ബനാനൊക്കെ കൊടുക്കാം, അല്ലെങ്കിൽ ആനയ്ക്ക് ഫുഡ് വാങ്ങാനുള്ള പൈസയൊക്കെ അവിടെ കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ പോയൊരു ഡെസ്റ്റിനേഷൻ കാഷ്നട്ട് ഫാക്ടറി ആയിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആകെ ഒരു കശുമാങ്ങ വെച്ചിട്ട് ആൾ നമുക്ക് അവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു കേട്ടോ. അതിൻ്റെ കളറ് ചേഞ്ച് ആവുന്ന കാര്യങ്ങളൊക്കെ കുറേ പറഞ്ഞു തന്നു. പിന്നെ ഇവിടെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള മെഷീൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലാണെങ്കിൽ തല്ലിപ്പൊട്ടിച്ചൊക്കെ അല്ലേ എടുക്കാറ്, അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഒരു 3 ദിവസം വെയിലത്തൊക്കെ ഇട്ട് ഉണക്കിയിട്ടൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് നട്ട്സ് എടുക്കാമെന്നാണ് അവർ പറഞ്ഞത്. 17 വെറൈറ്റി കാഷ്നട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഓരോന്ന് വെച്ച് ടേസ്റ്റ് ചെയ്യാനൊക്കെ തന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ടേസ്റ്റ് ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് നമുക്ക് വാങ്ങിക്കാം, അല്ലെങ്കിൽ വാങ്ങാതിരിക്കാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയെണ്ണം കഴിച്ചതിൽ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടത് ബിബിക്യാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ അത് വാങ്ങിച്ചു. പിന്നെ ഒരു സെക്ഷൻ ഫുള്ള് മിഠായും സോപ്പും കാൻഡീസ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങളൊന്നും വാങ്ങിയില്ല. കുറച്ച് നേരം അവിടെയൊക്കെ കണ്ട് കറങ്ങി നടന്നു ഞങ്ങൾ പോന്നു. പിന്നെ ഞങ്ങൾ പോയത് ഒരു ജ്വല്ലറി ഷോപ്പിലേക്കാണ്. എന്തിനെന്നറിയില്ല, ഞങ്ങൾ അങ്ങോട്ടൊക്കെ കൊണ്ടുപോയി. അവിടെ ഞങ്ങൾ എന്തായാലും ഒന്നും വാങ്ങിക്കില്ല, എന്നാലും ഞങ്ങൾ കയറി കണ്ടു. ഒരുപാട് സ്റ്റോണിൻ്റെ ഒരുപാട് ഓർണമെൻറ്റ്സ് സാധനങ്ങളൊക്കെ അതിൻ്റെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് കിട്ടിയ ഫ്രീ ആയിട്ടുള്ളൊരു കോഫിയും കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. സോ നമ്മളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഹണി ബീ ഫാം ആയിരുന്നു. ചെറിയൊരു ഫാം ആയിരുന്നേ. അപ്പോൾ വലിയൊരു ടൂറിസ്റ്റ് ക്രൗഡൊന്നും ഇല്ലാത്ത ഒരു ഇവിടെ നിന്ന് ഇവർ ഹണിയൊക്കെ ടേസ്റ്റ് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു.
എനിക്ക് അത്ര ഹണി ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്തില്ല. അവരുടെ ഷോപ്പിലാണെങ്കിൽ ഒരുപാട് ഹണി വെച്ചിട്ടുള്ള സ്കിൻ കെയർ പ്രൊഡക്റ്റും ഹണി സോപ്പും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ തൊട്ടടുത്താണെങ്കിൽ ഒരു പെർഫ്യൂമിൻ്റെ സെൻറ്റർ കൂടി ഉണ്ടായിരുന്നു. ഇതൊന്നും എൻ്റെ ഏരിയ അല്ലാത്തത് കൊണ്ട് ഞാൻ വന്ന് വേഗം തന്നെ ഇറങ്ങി. പക്ഷെ നല്ലൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നേ. Up there we can see the Eastern Bay, like the Eastern Bay of the Phuket. Like this, they have a very nice house. So nice people. അപ്പം നമ്മുടെ ഗൈഡിന് നമ്മുടെ നെക്സ്റ്റ് പോകുന്ന ഡെസ്റ്റിനേഷനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു കേട്ടോ. ഞങ്ങൾ ഈ ഒരു സ്കാർഫൊക്കെ വെച്ച് പുതച്ച് മൂടിയിട്ട് പോകുന്ന പ്ലേസ് എന്ന് പറഞ്ഞാൽ ബിഗ് ബുദ്ധ ടെമ്പിൾ ആണ്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ നമുക്ക് ഷോൾഡറും മുട്ടിന് താഴേക്കൊക്കെ മറയ്ക്കണം എന്നുള്ളതുണ്ട്. ഇവിടുത്തെ മിക്ക ടെമ്പിളിലും അങ്ങനെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. 100 meter and climb up 95 steps. Okay, കാണാൻ up view. അപ്പം ഇവിടെ എത്തിക്കഴിഞ്ഞാലുള്ള ഇവിടുത്തെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു വലിയ ബുദ്ധ സ്റ്റാച്ചു തന്നെയാണ് കേട്ടോ. വൈറ്റ് കളറിൽ ഷൈനിങ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു സ്റ്റാച്ചു അടിപൊളിയാണ് കാണാൻ. ഇവിടെ മേലയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫുക്കറ്റ് സിറ്റി വ്യൂ അടിപൊളിയാണ്. ഞങ്ങളവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു, ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ അവിടെ കുറച്ച് വെയിലായിരുന്നു, കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കി അവിടെ കാണാനായിട്ട് എല്ലാം അടിപൊളിയായിരുന്നു. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ടൈഗർ പാർക്കിലേക്കാണ്. ഇവിടെ ആണെങ്കിൽ ഡിഫറെൻറ്റ് സൈസിലുള്ള ടൈഗർ ഉണ്ട്. നമുക്ക് അതിൻ്റെ ഒപ്പം ഫോട്ടോ എടുക്കാനുള്ളൊരു സെക്ഷനാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ചൂസ് ചെയ്ത് ടൈഗർ വേണം എന്നുള്ളത് സൈസും കളർ ബേബി ടൈഗറൊക്കെ ഉണ്ട്. നമുക്ക് അതിനെ ഫീഡ് ചെയ്യിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാം, അതിൻ്റെ പൈസ കൊടുത്ത് എടുക്കാം. ഇവിടെ വന്നിട്ട് എനിക്ക് ഒട്ടും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു ഞാൻ ഈ നിലന്തല്ലി വീണത് കേട്ടോ. അപ്പൊ ആരും അധികം കണ്ടില്ലെങ്കിലും എനിക്ക് അത്യാവശ്യം നല്ല വേദന ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ടൈഗറിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പാടുണ്ട്, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാണ്. അതുപോലെ ഫ്ലാഷ് അടിക്കാൻ പാടില്ല, നമ്മൾ സോഫ്റ്റ് ടച്ച് പാടില്ല, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇവിടെ ഒരു ജെയിൻ്റ് ടൈഗറും കൂടി ഉണ്ടായിരുന്നേ. പക്ഷെ നമ്മൾ പോകുന്ന ഇവിടേക്കല്ല, ഇവിടേക്കാണ്. ബിഗ് ടൈഗറാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ടൈഗർ നല്ല ഉറക്കത്തിലായിരുന്നു, അതുകൊണ്ട് വേറെക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നേ. അതുപോലെ ഇവിടെ ഒരു വലിയ ടൈഗറും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കപ്പിൾ വൈസും ഒറ്റയ്ക്കൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് പറ്റി. അപ്പോൾ ഇവിടെ വന്ന് ഈ ടൈഗർ പാർക്കിൽ മെയിനായിട്ടുള്ളൊരു കാര്യം ഫോട്ടോ എടുക്കലാണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഫോണിൽ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ നോക്കുക. കാരണം അവർ തരുന്ന ഫോട്ടോയ്ക്ക് നല്ല ചാർജാണ് അവർ പറയുന്നത് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ അവരുടെ ഫോട്ടോസ് വാങ്ങിച്ചിട്ടുണ്ടായില്ല, ഞങ്ങൾ ഫോട്ടോസ് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷനും ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിൾ തന്നെയായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങളെല്ലാവരും ഓൾറെഡി ക്ഷീണിച്ചിരിക്കുകയാണ്, കാരണം ഞങ്ങൾ ലഞ്ച് സ്കിപ്പ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഫുഡ് കഴിച്ചാൽ മതി എന്നായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. ഫുഡ് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ എനർജി ലോ ആയിട്ട് എല്ലാം എടുക്കുന്ന കുറച്ച് ശരീരങ്ങളാണ് കേട്ടോ ഞങ്ങൾ. ഫുക്കറ്റിലെ വാട്ട് ഷലോങ് എന്ന് പറഞ്ഞ ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ടെമ്പിളുകളൊക്കെ ഓൾമോസ്റ്റ് എല്ലാം ഒരു ഗോൾഡൻ കളറിലുള്ളതാണ് കേട്ടോ. നല്ല ഭംഗിയാണ് പുറത്ത് നോക്കി കാണാനായിട്ട്. ഇവിടെയും സ്കാർഫ് നമുക്ക് നിർബന്ധമാണ്. ഇതിൻ്റെ അകത്തും കാണാനായിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. ഒരുപാട് ബുദ്ധ പ്രതിമകളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ബുദ്ധൻ്റെ കഥകൾ പറയുന്ന സ്റ്റോറീസൊക്കെ പറയുന്ന ഒരുപാട് പ്രതിമകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വാളായാലും നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റോറീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല സൈലൻറ്റും ആയിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിൽ പോയിട്ട് ഐസ്ക്രീമും കുറച്ച് കരിക്കൊക്കെ വാങ്ങിച്ച് കുടിച്ചു. തൽക്കാലം വിശപ്പിനൊരു ശമനം കിട്ടാൻ വേണ്ടിയിട്ട്. സോ ഇനി നെക്സ്റ്റ് നമുക്ക് ചിൽവ മാർക്കറ്റിലേക്കാണ് പോകേണ്ടത്. അപ്പം ഞാനതൊരു പാർട്ട് 2 വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ബൈ.